എന്നെ കേൾക്കുന്ന ദൈവവേദനയിലെ കർത്താവിന്റെ വചനം പറയുന്നു, നശിച്ചു പോകുന്നവർക്ക് ഈ നല്ല വിശേഷം അഥവാ സുവിശേഷം മറഞ്ഞിരിക്കുന്നു. ഇതുവരെ എൻ്റെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയാണോ താങ്കൾ? ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ദൂതറിയിക്കുന്നു, കർത്താവിലേക്ക് അടുത്തു വന്നാട്ടെ. നിങ്ങളുടെ ഹൃദയത്തെ അവനായി തുറന്നു കൊടുത്താട്ടെ. നിങ്ങളുടെ സമ്പത്ത് അവൻ ചോദിക്കുന്നില്ല, നിങ്ങളുടെ ഹൃദയം മാത്രമാണ് ഇന്ന് പകലിൽ ദൈവം ആവശ്യപ്പെടുന്നത്. നിങ്ങൾ നഷ്ടപ്പെട്ടുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടത്ര ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ ശബ്ദം കേട്ട് നിങ്ങളുടെ ഹൃദയത്തെ ഇന്ന് ഈ പ്രഭാതത്തിൽ അവന് വേണ്ടി തുറന്നു കൊടുക്കാമെങ്കിൽ അവൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആഗതനാകും. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവിക സന്തോഷം നിങ്ങൾ അനുഭവിക്കും. അതുമാത്രമല്ല, നിങ്ങൾ നിത്യതയ്ക്ക് അവകാശികളായി തീരുകയും ചെയ്യും. പിശാചിന്റെ ഇന്ന് പകലിൽ തിരിച്ചറിഞ്ഞ് അവനോട് എതിർത്ത് നിന്നാട്ടെ. യേശു ദൈവമാണെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കാതിരിപ്പാൻ നിങ്ങളുടെ ആത്മീയ കണ്ണുകളെ അവൻ കുരുടാക്കും. ആ തന്ത്രത്തെ, ആ പിശാചിന്റെ തന്ത്രത്തെ തിരിച്ചറിഞ്ഞ് അതിനോട് എതിർത്ത് നിന്നാട്ടെ. അവൻ കള്ളനും കള്ളന്റെ അപ്പനുമാകുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവവൈതലെ അവന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിന്നാട്ടെ. കർത്താവിന്റെ വചനം പറയുന്നു, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ആമേൻ, സ്തോത്രം. ഈ സത്യം മനസ്സിലാക്കിയാട്ടെ. യേശു ദൈവം എന്നുള്ള സത്യം മനസ്സിലാക്കി ആ ദൈവശബ്ദത്തിന് നിങ്ങളൊന്ന് കീഴടങ്ങിയാട്ടെ. അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ടത്ര ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ദൂത് കേൾക്കുവാൻ ഇടയായത്. എന്നെ കേൾക്കുന്ന ദൈവവൈതലെ അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി എന്നാണ് പറയുന്നത്. ഇന്ന് പകലിൽ സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ്സിൽ നിന്ന്, ആ ആത്മീയ അന്ധതയിൽ നിന്ന് സ്വർഗത്തിൽ ദൈവം ചില വ്യക്തികളെ പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു. വിശ്വസിച്ചാട്ടെ. ഈ കർത്താവിന്റെ ശബ്ദത്തിന്, ഈ ദൈവവചനത്തിന് നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് സമർപ്പിച്ചാട്ടെ. നിങ്ങൾ ഇന്ന് പകലിൽ ഈ പുറത്തു വരുവാൻ പോകുന്ന കർത്താവിന്റെ മഹത്വം കാണുവാൻ പോകുന്നു. കർത്താവിന്റെ പ്രകാശം നിങ്ങളുടെ ഉള്ളറകളിലേക്ക് വരുവാൻ പോകുന്നു. കുരുടായി കിടക്കുന്ന മേഖലകളിലേക്ക് ദൈവ സാന്നിധ്യം കടന്നു വരുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളെ പുറത്തു വരുവാൻ സഹായിക്കും. ആമേൻ, സ്തോത്രം. നിങ്ങൾ ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടുവാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടത്ര ഇന്ന് പ്രഭാതത്തിൽ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആമേൻ, സ്തോത്രം. നിങ്ങളെ ദൈവം യേശുപ്പൻ സ്നേഹിക്കുന്നു. അവൻ ക്രൂശിൽ യാഗമായത് എന്തിനെന്നോ? നിങ്ങളെ അവൻ സ്നേഹിച്ചതുകൊണ്ടാണ്. ലോകത്തെ ദൈവം സ്നേഹിച്ചതുകൊണ്ടാണ്. നിങ്ങളെ നിത്യതയ്ക്ക് അവകാശികളാക്കി തീർക്കുവാൻ വേണ്ടിയിട്ടാണ് എന്നെയും നിങ്ങളെയും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവവേദനെ ഈ വചനത്തോട് എതിർത്ത് നിൽക്കാതെ, പിശാചിനോട് എതിർത്ത് നിന്ന് ഈ വചനത്തിന്, ഈ ദൈവശബ്ദത്തിനും കീഴടങ്ങി ഈ വചനത്തെ ഏറ്റെടുത്ത് നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ നിങ്ങളുടെ കാലുകളെ മുൻപോട്ട് വെച്ചാട്ടെ. അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു.